നമസ്കാരം. ഒരു രാഷ്ട്രീയ വിശകലനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രീയ വിശകലനം എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല. കേരളത്തിൽ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികളും സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതകീയ പ്രസ്ഥാനങ്ങളും എല്ലാം തങ്ങളുടെ ഭാഗധേയം ഈ വിഷയത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് വലിയൊരു ക്രൗഡ് ഫണ്ടിങ്ങിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്വന്തമായി മൊബൈൽ ആപ്പ് നിർമ്മിച്ചുകൊണ്ട് അതിലൂടെ വളരെ സുതാര്യമായ രീതിയിൽ ഓരോ വ്യക്തിക്കും വരുന്ന സംഖ്യകളെക്കുറിച്ച് കൃത്യമായി അറിവ് ലഭിക്കുന്ന രീതിയിൽ വളരെ സുതാര്യമായിട്ടാണ് ആപ്പിലൂടെ മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഫണ്ട് പിരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി സൈബർ ലോകത്ത് എതിരാളികൾ രംഗപ്രവേശം നടത്തുകയുണ്ടായി. സുനാമി ഫണ്ട് മുതൽ അവസാനം കത്വ ഫണ്ട് വരെ കശ്മീരിലെ ആസിഫയ്ക്ക് വേണ്ടി പിരിച്ച ആ ഫണ്ട് വരെ ആളുകൾ വിമർശനത്തിന് വിധേയമാക്കി. എന്നാൽ പുതിയ കണക്കനുസരിച്ച് കൊണ്ട് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള കണക്കനുസരിച്ച് 11,55,00,000 രൂപ ഇപ്പോൾ ആ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ അഥവാ വെള്ളിയാഴ്ച രാവിലെ 10 കോടിയായിരുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്ക് അത് 11 കോടിയായിട്ട് മാറിയ ഇന്ദ്രജാലം, അത്ഭുതം കേരളത്തിൽ ഈ ഫണ്ടിങ്ങിൻ്റെ രംഗത്ത് നടത്താൻ സാധ്യമാകുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന രീതിയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPM ആണെങ്കിലും ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം CPIM ആണെങ്കിലും ഇത്തരം രംഗങ്ങളിൽ മുസ്ലിം ലീഗിനെ കവച്ചു വെക്കുവാൻ ഒരു കേഡർ പാർട്ടിക്കും സാധിക്കുകയില്ല എന്ന സത്യത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന സംഭവ വികാസം, ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇന്ന് 3 വ്യക്തികൾ കണ്ട് സംഭാവനകൾ ഏൽപ്പിച്ചു. അതിൽ ഒരു വ്യക്തി 50 ലക്ഷം രൂപ, അദ്ദേഹം പറയുന്നത് 10 വീടുകൾ നിർമ്മിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം, 10 വീടിന് തികഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരു 10 ലക്ഷം കൂടി തരാൻ ഞാൻ തയ്യാറാണ് എന്നെല്ലാം അദ്ദേഹം പറയുന്നത് കേട്ടു. അതേപോലെ 50 സെൻറ്റ്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയാണ് ഈ സ്ഥലം കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ മേപ്പാടി ഭാഗത്ത് ചൂരൽമലയിലും മുണ്ടക്കൈയിലും വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ ജില്ലയിൽ തന്നെ തങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ചുകൊണ്ട് വീട് നിർമ്മിക്കുവാനുള്ള സാഹചര്യമാണ് ഈ 50 സെൻറ്റ് സ്ഥലം അതിനടുത്ത പ്രദേശമായ പടിഞ്ഞാറത്തറയിൽ സ്ഥലം നൽകുന്നതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണത്. അതേപോലെ ഒരു കുഞ്ഞുമോൾ തൻ്റെ കുടുക്ക പൊട്ടിച്ചുകൊണ്ട്, പലരും കൊടുത്തിരുന്ന സംഖ്യ വളരെ ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി സൂക്ഷിച്ചു വെച്ചിരുന്നത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്തുണ്ടായിരുന്ന സന്തോഷം വിവർണാതീതമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാതിരിക്കുന്നത് ലീഗുകാരാണെന്ന് പല ആളുകളും പറയാറുണ്ട്. ഏറ്റവും ശക്തി മനസ്സിലാവാത്തത് ലീഗുകാർക്കാണ്. ലീഗുകാരെങ്ങാൻ ഈ ലീഗിൻ്റെ ശക്തി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലും സൃഷ്ടിക്കുവാൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കും. CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതുപോലെ
ചത്ത കുതിര എന്ന് നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞപ്പോൾ CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്നാണ്. അതിന് ഉണർത്താൻ ആര് മുന്നോട്ട് വന്നാലും അത് അപകടമാണ്. ലീഗിനെ പ്രകോപിപ്പിക്കരുത് എന്ന് പലരും പറയാറുണ്ട്. ഇപ്പോൾ ഫണ്ടിങ്ങിൻ്റെ വിഷയത്തിൽ തന്നെ ഈ ഫണ്ടിങ്ങിന് ഏറ്റവും കൂടുതൽ വിജയപ്രദമാകാനുള്ള കാരണം ഈ സൈബർ ബുജികളാണ്, സൈബർ ലോകത്തെ എതിരാളികളാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തെല്ലാമോ കണക്ക് പറഞ്ഞുകൊണ്ട് സഹായിക്കരുതേ ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പുട്ടടിച്ചു പോകും എന്നെല്ലാം പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ, എന്നാൽ അതൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ അണികൾ കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിരാളികൾ കൂടുതലായി ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ കൂടുതൽ ശക്തമാകുന്ന പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ലീഗിനെ കാണാൻ സാധിക്കുന്നത്. ഇനി കൂടുതൽ ആവേശത്തോടു കൂടി ശത്രുക്കൾ വരുന്നതിനനുസരിച്ച് ഇവിടെ ഫണ്ടിങ് കൂടും. ഓരോ സെക്കൻഡിലും ലക്ഷങ്ങൾ മറിയുന്നത് കാണാൻ സാധിക്കും. ഏതായാലും ഈ ആവേശം നല്ലതാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും ഇതേപോലെ ആവേശത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും. മക്കൾ നഷ്ടപ്പെട്ട ആളുകളെ മക്കളെ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും, പിതാവിനെ നഷ്ടപ്പെട്ടവർക്ക് അവരെ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും, മാതാവിനെ നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു മാതാവിനെ കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും, സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച ആളുകൾക്ക് സമാശ്വാസത്തിൻ്റെ തീരം പണിയാൻ എന്തുകൊണ്ടും ഇത്തരം സഹായത്തിലൂടെ സാധ്യമാകും. ഏതായാലും കേരളത്തിലെ ക്രൗഡ് ഫണ്ടിങ്ങിൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇതാ മുന്നോട്ട്. ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.